നിനക്ക് എന്ത് സംഭവിച്ചു? എന്താ ചോദിച്ചത്? നീ എന്തിനാ ഇത്രയേറെ ആലോചിക്കുന്നു? എന്താലോചിക്കാനാ? ഒന്നുമില്ല. എന്നോടൊന്ന് ഒളിക്കാൻ ശ്രമിക്കല്ലേ മാലതി. നീ മനസ്സിൽ എഴുതുന്നത് ഞാൻ മാനത്ത് വായിക്കുന്നതാണ്. ഓർമ്മ വേണം. സത്യം പറയൂ. എനിക്ക് പേടി തോന്നുന്നു സൂസി. രവിവർമ്മയുടെ കാര്യത്തിലാണോ? ഞാൻ എങ്ങനെയെല്ലാം ഒഴിയാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം വിടുന്നില്ല. നീ എന്തിനു ഒഴിയാൻ ശ്രമിക്കുന്നു? നീ ഒരു മടയാണ്. അർഹതയില്ലാത്തത് ആശിച്ചൂടാ സൂസി. അർഹതയുടെ കാര്യം നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നീ ഭയപ്പെടുന്നതെല്ലാം അദ്ദേഹം മറക്കുവാൻ തയ്യാറാണെങ്കിലോ? എന്നാലും ഞാൻ എന്നെ മറന്നുകൂടല്ലോ. രവിവർമ്മയെ മറക്കാൻ നിനക്ക് സാധിക്കുമോ? സത്യം പറയണം. മറക്കാൻ നിനക്ക് സാധിക്കില്ലെന്ന് എനിക്കറിയാം. നീ ധൈര്യമായിരിക്കും. രവിവർമ്മ വിട്ടിയൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം ആലോചിച്ചു കാണും. പിന്നെ നീ എന്തിനു ഭയപ്പെടുന്നു? നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമില്ലത്. അവളുടെ ഒരു പേടി മടയി. ആഹാ, മനോഹരമായിരിക്കും. താനെങ്ങനെ പടം വരച്ചും പാട്ടുപാടിയും ആ പെണ്ണില്ലാത്ത ആശകളെ കൊടുക്കും. എന്നിട്ട് അവസാനം കോളേജ് പ്രണയങ്ങളുടെ അവസാനം എങ്ങനെയാണ് തനിക്കറിയില്ലേ? കോളേജ് അടയ്ക്കുന്നവരെ ഭയങ്കര പ്രേമമായിരിക്കും. അടച്ചു കഴിഞ്ഞാലോ പ്രേമം അടക്കി അവരവരുടെ വീട്ടിൽ പോകും. അത്ര തന്നെ. ശരിയായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജ് അടയ്ക്കും. മനസ്സ് തുറന്നു തന്നെ കിടക്കും. കോവിലകത്തേക്ക് വലിയ ക്ഷീണകാലമാ പൂഞ്ഞി. പ്രശ്നം വെച്ച് നോക്കിയപ്പോഴല്ലേ കാര്യം അറിയാ. ഇനിയിപ്പോ അതിന് ചില പൂജയും ഹോമവും ഒക്കെ നടത്തേണ്ടിയിരിക്കണം. അതിനും കുറച്ചുറുപ്പിക വേണം. അത് പറയാനാ കിട്ടുണ്ണി അയച്ചത്. അവൻ പറഞ്ഞില്ലേ? അടിയൻ എല്ലാം പറഞ്ഞേ. അപ്പോ ഉറുപ്പിക കൊണ്ടുവന്നിട്ടില്ലേ? അടിയൻ 1000 രൂപ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ അടിയൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാലും ഒരു വിധത്തെ എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. പാതി കടം മേടിച്ചതാ. ഇങ്ങോട്ട് തന്നോളൂ അപ്പൂഞ്ഞേ. ഇതുവരെ വാങ്ങിയ ഉറുപ്പികയുടെ കണക്ക് കുന്നുംപുറം എഴുതി തന്നപ്പോഴത്തേക്ക് തീർന്നിരിക്കണം. ഇതിനി ആദ്യം മുതൽ തുടങ്ങിക്കളയാം. ഇതിന് രേഖ വല്ലതും വേണമെന്നുണ്ടോ? അയ്യോ, അങ്ങനെ ഒന്നും വേണ്ടേ. ഒരു കടലാസില് ഒന്ന് പോരി തന്ന കടം മേടിച്ച രൂപയായത് കൊണ്ടാണ്. ശരി, 1000 രൂപയ്ക്ക് ഒരു നോട്ട് എഴുതി തന്നുകളയാം. കിട്ടുണ്ടി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അപ്പം പൂജയ്ക്കും ഹോമത്തിനും ഒക്കെ ആളുകളെ വിളിക്കാൻ പോയിരിക്കുകയാണ്. അവസാനം ഇങ്ങനൊരു ദിവസം വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ കോളേജും പരിസരവും ഇന്ന് വരെ നമ്മുടേത് മാത്രമായിരുന്നു. നമ്മളിവിടെ രാജാക്കന്മാരായി കഴിയുകയായിരുന്നു. ഇന്ന് കാളയടച്ചു കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ അന്യരാണെന്നൊരു തോന്നൽ. ഇതുവരെ എല്ലാം അടക്കി ഭരിച്ചു. ഇനി ഇവിടുത്തെ ഒരു പുൽക്കൊടി പോലും നമ്മെ ശ്രദ്ധിക്കില്ല. പൊട്ടിച്ചിരികളും തമാശകളുമായി വർഷങ്ങൾ കഴിഞ്ഞു പോയത് അറിഞ്ഞതേയില്ല. കോളേജിലെ പരീക്ഷ കഴിഞ്ഞു. ജീവിതത്തിലെ പരീക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വേദനയുടെയും കണ്ണുനീരിന്റെയും ചോദ്യക്കടലാസുകൾ ഇനി നാം എവിടെ വെച്ചാണ് കാണുക? എങ്ങനെയൊക്കെയാണ് കാണുക? ഒരു നിശ്ചയവുമില്ല. ഈ വേർപാടിനു വേണ്ടി നാം ഒരുമിക്കേണ്ടിയില്ലായിരുന്നു. ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, പലതും പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം വെറും ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജ് അടച്ചതുകൊണ്ട് നമ്മൾ അകലുകയല്ല, കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പേടിയും തോന്നുന്നു. മാലതിക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ല. എന്നേക്കാൾ കൂടുതലായി ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. മിടുക്കി. ആ കൈ ഇങ്ങനെ ഇട്ടു. എനിക്ക് ഒരു കൈ മതി. എനിക്ക് 2 കൈകളേ ഉള്ളൂ. ഈ കൈയിൽ എന്റെ ജീവിതമുണ്ട്. ഇത് ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളു. ഇതിൽ എന്റെ ഒരു സമ്മാനം ഇരിക്കട്ടെ. ഇനി
എന്ന് കാണുമെന്നായിരിക്കും. എന്നും നമ്മൾ കാണും. നമ്മൾ രണ്ടുപേരും ഒരു നാട്ടിലേക്കല്ലേ പോകുന്നത്? മാലതി, മാലതി, എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് പോകണ്ടേ മാലതി? ഇനിയും നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടല്ലോ. ഇന്ന് ഞങ്ങളൊന്ന് പൊയ്ക്കൊള്ളട്ടെ. ക്ഷമിക്കണം സൂസി, സമയം പോയതറിഞ്ഞില്ല. ദാറ്റ്സ് ഓൾ റൈറ്റ്. വരൂ മാലതി. മാലതി, ഇതാ മാലതിയുടെ പുസ്തകം. താങ്ക് യു. നോ മെൻഷൻ. സൂസി, ഈ റെസ്റ്റ് വാച്ച് ഞാൻ വാങ്ങിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? നീ വാങ്ങിയതല്ലല്ലോ, രവിവർമ്മ തന്നതാണെന്നല്ലേ പറഞ്ഞത്. എന്നാലും നിനക്ക് അത്രയേറെ ഭയമാണെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേരെ. എന്തു പറയുന്നു? ഇല്ല സൂസി, ഇത് ഞാൻ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതെന്താ? ഇതിനു പകരം ഞാനും ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞു. അമ്പടി കള്ളി, എന്നിട്ട് നീ എന്നോടത് പറഞ്ഞില്ലല്ലോ. അതിരിക്കട്ടെ, എന്തായിരുന്നു സമ്മാനം? എന്റെ ജീവിതം. തമ്പുരാനെ, തമ്പുരാൻ ഇതങ്ങനെ കഴിച്ചാട്ടെ. വല്ലവനും കാണോ അപ്പൂഞ്ഞെ? ആരും ഇങ്ങോട്ട് വരില്ലെന്നേ. തമ്പുരാൻ ഇതങ്ങനെ കഴിച്ചാട്ടെ. ഇതൊക്കെ വേണ്ടിയിരുന്നില്ല, സാരം മതിയായിരുന്നു. സാരമില്ലെന്നേ, കണ്ണുടച്ചൊരു പിടിയങ്ങ് പിടിച്ചാട്ടെ. എന്താ ഒരു ഒരു വല്ലാത്ത ക്രാളം? അതാ അതിന്റെ ഗുണം. ഞാനിത് കഴിച്ചിട്ടില്ല പൂഞ്ചെ. അതാ കഷ്ടത്തിലാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അടിയിൽ നിന്ന് മരുന്നുകളിട്ട് മാറ്റിയതാ. വായുവിനൊക്കെ ഫസ്റ്റാ കേട്ടോ. അതിന് ഫസ്റ്റാണെന്നോ? എല്ലാത്തിനും കൊള്ളാം. ഒന്ന് വീച്ചു നോക്കിയാട്ടെ. ഈ തേങ്ങാക്കുത്തും വായിലേക്ക് ഇട്ടേ. തട്ടട്ടോ? തട്ടിക്കോ തമ്പുരാനെ. അല്ല തട്ടട്ടോ? തട്ടിക്കോന്നേ. അല്ല തട്ടട്ടോന്ന്. തട്ടിക്കോ തമ്പുരാനെ. എന്റെ ഗുരുവായൂരപ്പാ, ഇത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ എന്റെ വായു ഒന്ന് നിന്ന് കിട്ടണേ. നിർത്തി ഒറ്റ പിടിയായിട്ടങ്ങ് പിടിച്ചാട്ടെ. അങ്ങനെ കുറച്ചുകൂടി ഒഴുകട്ടെ തമ്പുരാനെ. അപ്പ അടിയൻ പറഞ്ഞ കാര്യം കൊള്ളത്തെ കാര്യല്ലേ? അത് ഞാൻ ഏറ്റവും. അപ്പ കുഞ്ഞ് ആർക്കെങ്കിലും എഴുതി കൊടുക്കെങ്കിലും മാത്രം അപ്പ കുഞ്ഞ് തരാനായിട്ട് വല്യമ്പലനോട് പറഞ്ഞേച്ചാ മതി. ഇല്ലെങ്കിൽ വേണ്ട. കുറച്ചുകൂടി കുടിച്ചാട്ടെ തമ്പുരാനെ. നിനക്ക് സ്ഥലം വേണം, അത്രേ ഉള്ളൂ. കുറച്ചുകൂടി ഒഴിച്ചോളൂ. ഒഴിച്ചോളൂ. ഇപ്പൊ ഇതിന് ഗന്ധമില്ലല്ലോ കുഞ്ഞപ്പൂ. അതങ്ങനെയാന്ന്. പോകാൻ മണം കാണുകയല്ല. അപ്പൊ അടിയന്റെ കാര്യം ഞാൻ ഏറ്റവും ഇടാ. അപ്പൊ ഞാൻ ഏറ്റവും ഞാനിതൊന്ന് കുടിച്ചോട്ടെ. ഒറ്റ പിടിയായിട്ടൊക്കെ പിടിച്ചാട്ടെ. ഇത് വയലക്കിട്ടേ. കുറച്ചുകൂടെ എനിക്ക് പാലിയത്ത് പോണം. മാതേക്കുട്ടിയെ കാണണം. അയ്യോ തമ്പുരാനെ കുറച്ചുകൂടി കുറച്ചുകൂടി ഉണ്ട്. എനിക്ക് മാതേക്കുട്ടിയെ കാണണം. മാതേക്കുട്ടിയെ കാണണം. ബസ് കാത്തുനിന്ന് ക്ഷീണിച്ചു. അപ്പോൾ കൊച്ചുമ്പളാൻ ഒരു ബസ്സിൽ അങ്ങനെ വരുന്നു. പരീക്ഷയൊക്കെ എങ്ങനെയുണ്ട് ഉണ്ണി? നന്നായി എഴുതിയോ? ഒരുവിധം എഴുതിയിട്ടുണ്ട്. ജയിക്കില്ലേ? ജയിക്കുമെന്നാ തോന്നുന്നത്. അത് മതി. നീ പോയി കുളിച്ച് ശുദ്ധം മാറിക്കോളൂ. വിശേഷമൊക്കെ പിന്നീടാവാലോ.
നിൽക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയെ കണ്ടിട്ടും അമ്മയ്ക്ക് മതിയാവണില്ല. നല്ല ഭേഷായി ഒന്ന് കാണട്ടെ. ഞാൻ പോയതിനു ശേഷം ഈ മുറിയിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടായിരുന്നു അമ്മേ? അതെങ്ങനെയാ? ഉണ്ണിയുടെ മുറിയല്ലേ ഇത്? അപ്പൊ വേറെ ആരാ താമസിക്കുക? അല്ല, ഇവിടെ ചില പ്രത്യേക ഒരുക്കങ്ങളൊക്കെ കാണുന്നു. ഓ, അതോ നമ്മുടെ ഇന്ദുവിന്റെ പണിയല്ലേ അത്? ഉണ്ണി കോളേജ് അടച്ച് വരണമെന്ന് കേട്ടപ്പോഴേക്കും ഈ കോവിലകവും പറമ്പും എടുത്ത് തലകീഴായി മറിക്കാനുള്ള തിടുക്കായി അവൾക്ക്. ഇന്നലെ അവൾ ഉറങ്ങിയിട്ടില്ല. ഹിന്ദു എന്തിനാ ഇത് എടുക്കാൻ പോയത്? ആ ജോലിക്കാർ ആരെങ്കിലും എടുക്കുമായിരുന്നല്ലോ. ഇന്ദുവും പരീക്ഷ കഴിഞ്ഞ് വരികയാണെന്ന് തോന്നുന്നു. എന്താ ഉണ്ണി? എന്നിട്ട് എന്താ ഇത് ജയിച്ചോ? പരീക്ഷ കഴിഞ്ഞില്ലല്ലോ. അവൾക്ക് എന്തിനാ ഇനി പരീക്ഷ? അല്ലാതെ തന്നെ അവൾ ജയിച്ചില്ലേ, അല്ലേ മോളെ? ഓഹോ, അങ്ങനെയാണോ കാര്യം? വളരെ സന്തോഷം. ഉണ്ണിയേട്ടൻ വല്ലാതെ ക്ഷണിച്ചു പോയി അല്ലേ അമ്മേ? ഹോസ്റ്റലിലെ താമസമല്ലേ മോളെ? സമയത്തിനൊക്കെ വെച്ച് വിളമ്പി കൊടുക്കാൻ ആരാ? അങ്ങനെയൊന്നും അല്ലമ്മേ. അവിടുത്തെ നിയമം തന്നെ ഞങ്ങളെല്ലാം സമയത്തിന് ആഹാരം കഴിക്കണമെന്നാണ്. എല്ലാം ശുദ്ധിയായിട്ടൊക്കെ ആണോ ആവോ? അത് കൊള്ളാം. അവിടുത്തെ മനുഷ്യരും ആഹാരവും എല്ലാം ശുദ്ധിയുള്ളതാണ്. ഓ, എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാ ജാതിക്കാരും കൂടി കൂടിക്കുഴഞ്ഞ് അങ്ങനെ ഒരു... അവിടെ മനുഷ്യരേ ഉള്ളൂ, ജാതിയുമില്ല, മതവുമില്ല. ശരി, വേഗം കുളിച്ചിട്ട് വന്നോളൂ. ഊണ് കാലായിട്ടുണ്ട്. ഞാൻ കുളിച്ചതാണമ്മേ. എന്നാലും വണ്ടിയിലൊക്കെ യാത്ര ചെയ്തതല്ലേ? ആരൊക്കെയാ വണ്ടിയിലുണ്ടായിരുന്നെന്ന് എങ്ങനെ അറിയാ? പോയി കുളിച്ചിട്ട് വന്നോളൂ. ഇന്ദു, ആ വെണ്ണ ഒന്ന് ഒരുക്കി എടുത്തോളൂ. നിന്റെ ഉത്സാഹമൊക്കെ കണ്ടിട്ട് ഇപ്പോഴേ ജയിച്ച ലക്ഷണമാണല്ലോ മോളെ. അപ്പൊ ഇനി പരീക്ഷാഫലമൊന്നും നോക്കണമില്ലെന്ന് തോന്നുന്നു. ഫലമൊന്നും ഇനി നോക്കാനില്ല. ഞാൻ എപ്പോഴേ ജയിച്ചു കഴിഞ്ഞു. ജയിക്കാൻ ആർക്കും കഴിയും മോളെ. ആ ജയത്തിന്റെ ഒരു പ്രത്യേകത വേണം. അവിടെയാണ് സാമർത്ഥ്യം. പ്രത്യേകതയും ഉണ്ടാവും അച്ഛാ. അപ്പോ ക്ലാസ് കിട്ടിയെന്നർത്ഥം. എന്റെ മിടുക്കി മോള്. മോളെ, ഇതുവരെ നീ എല്ലാത്തിലും ക്ലാസ് കൂടിയേ ജയിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ BAക്കും ക്ലാസ് കിട്ടിയില്ലെങ്കിൽ മോശമല്ലേ മോളെ? അച്ഛൻ വിഷമിക്കണ്ട, എനിക്ക് ക്ലാസ് കിട്ടും. അതെല്ലാം എനിക്കറിയാം മോളെ. കോളേജ് അടച്ച് നീ വരുന്നു എന്ന് എഴുതിയപ്പോഴേ നിന്റെ ഭാവി പരിപാടിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്റെ ജോലി. മോളെ, നിന്നെ IAS അയക്കാനാണ് അച്ഛന്റെ ആഗ്രഹം. എന്ത് പറയുന്നു? അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം എന്റെയും ആഗ്രഹങ്ങളല്ലേ. പിന്നെ പ്രത്യേകിച്ച് എന്ത് പറയാനിരിക്കുന്നു? മോളെ, ഇക്കാര്യത്തിൽ എന്നെക്കാൾ സന്തോഷം നിന്റെ മരിച്ചുപോയ അമ്മയ്ക്കായിരിക്കും. നമ്മുടെ സമുദായത്തിൽ വിശേഷിച്ചും ഒരു സാധാരണ സ്കൂൾ വാദ്യരുടെ മകൾ IAS ഓഫീസറായി എന്ന് വന്നാൽ നിന്റെ അമ്മയുടെ ആത്മാവ് എത്ര കണ്ട് സംതൃപ്തി അടയും മോളെ. മേശപ്പുറത്ത് വെച്ചേക്കൂ. പരീക്ഷ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് താഴെ വെച്ചൂടെ? പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ പുസ്തകങ്ങൾ വായിക്കുന്നത്? ഇങ്ങനെ എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരുന്നിട്ടാ ശരീരം ക്ഷീണിക്കുക. ഓഹോ, ഇന്ദു ഇങ്ങനെ തടിച്ചിരിക്കുന്നതിന്റെ രഹസ്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇന്ദു പുസ്തകങ്ങൾ വായിക്കാറില്ല അല്ലേ? കളിയാക്കാൻ നല്ല സാമർഥ്യ. ശരി, ഇന്ദു വയ്ക്കുള്ളൂ. ഇന്ദു പോയില്ലേ? എന്താ, എനിക്കത് നിൽക്കാൻ പാടില്ലേ? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ... ഇല്ല, ഞാനിപ്പോ പോണില്ല. ശരി, ഇവിടെ നിന്നോളൂ. ഞാൻ പുറത്തു പോയെന്ന് വായിച്ചോളാം. അല്ലെങ്കിലും ഉണ്ണിയേട്ടൻ എന്നോട് സ്നേഹം ഇല്ലാന്ന് എനിക്കറിയാം. ഓ, ഹിന്ദു സത്യം പറയുമല്ലോ. സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കുമായിരുന്നില്ലേ? ഞാൻ കത്ത് അയക്കുന്നുണ്ടായിരുന്നല്ലോ. നുണ പറയാൻ കേട്ടോ. ഉണ്ണിയേട്ടൻ എനിക്ക് കത്ത് എഴുതിയിട്ടുണ്ടോ? ഇന്ദുവിന് മാത്രമായിട്ട് എഴുതിയിട്ടില്ല, അത് സത്യം. എന്തേ എഴുതിയില്ല? ഇന്ദുവിനെ മാത്രം അറിയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. എനിക്ക് ഉണ്ണിയേട്ടനെ മാത്രം അറിയിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. എങ്കിൽ അതൊക്കെ ഇപ്പൊ പറയാമല്ലോ. ഇപ്പൊ പറയാൻ എനിക്ക് നാളാവില്ലേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ പറയണമെന്നില്ല. ചിലപ്പോ ഞാനും നാണിച്ചു പോകും. വേണ്ട, ഉണ്ണിയേട്ടൻ ഇവിടെ നിന്ന് വായിച്ചോളൂ. ഞാൻ പൊയ്ക്കോളാം. ഇല്ല, എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ട്.